കണ്ണൂർ നഗരത്തിൽ തെരുവ് നായയുടെ ആക്രമണം ഇത്രയും രൂക്ഷമാകാൻ കാരണം കോർപ്പറേഷന്റെ നിസ്സംഗതയെന്ന് CPM. തെരുവ് നായകളെ നിയന്ത്രിക്കാൻ നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങളൊന്നും കോർപ്പറേഷനിൽ ചെയ്തില്ല. സർവകക്ഷി യോഗം വിളിച്ച് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തതെന്ന് സംസ്ഥാന കമ്മിറ്റി അംഗം M. പ്രകാശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കണ്ണൂർ നഗരത്തിലെ തെരുവുനായ ശല്യവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ കോർപ്പറേഷന്റെ ഒരു ഇടപെടലും ഉണ്ടാകുന്നില്ലെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം M. പ്രകാശൻ മാസ്റ്റർ ആരോപിച്ചു. ഇത്രയും രൂക്ഷമായ ജനകീയ പ്രശ്നത്തോട് തികച്ചും അലംഭാവപൂർണമായ നിലപാടാണ് കോർപ്പറേഷൻ ഭരണസമിതി സ്വീകരിച്ചത്. തെരുവുപട്ടികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നിരവധി നിയമങ്ങളുണ്ട്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഇതിൽ വലിയ ഉത്തരവാദിത്വവുമുണ്ട്. കൃത്യമായ മാർഗനിർദ്ദേശം 2022 തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നൽകിയതുമാണ്. തെരുവുനായകൾക്ക് അഭയകേന്ദ്രം, വാക്സിനേഷൻ എന്നിവയെക്കുറിച്ചെല്ലാം മാർഗരേഖയിലുണ്ട്. തെരുവുനായകളുടെ ഹോട്ട്സ്പോട്ട് കണ്ടെത്തി അവിടെ അഭയകേന്ദ്രം ഉണ്ടാക്കണമെന്നാണ് ചട്ടം. എന്നാൽ അത്തരത്തിലുള്ള ഒരു നടപടിയും കോർപ്പറേഷൻ സ്വീകരിച്ചിട്ടില്ലെന്നും പ്രകാശൻ മാസ്റ്റർ പറഞ്ഞു. 2022 നവംബറിൽ തന്നെ ഏതാണ്ട് 2.5 വർഷങ്ങൾക്ക് മുമ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വ്യക്തമായ നിലയിലുള്ള മാർഗനിർദ്ദേശങ്ങൾ അന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. തദ്ദേശ സ്ഥാപന കമ്മിറ്റികൾ സമ്പൂർണ്ണ വാക്സിനേഷൻ ഡ്രൈവുകൾ സംഘടിപ്പിക്കുന്നതിന് മുൻഗണന കൊടുക്കണം എന്നുള്ള തീരുമാനം ആ മാർഗരേഖയിൽ വളരെ വ്യക്തമായ നിലയ്ക്ക് എടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈ തെരുവുനായ്ക്കളെ താമസിപ്പിക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ തെരുവുനായ്ക്കളുടെ ശല്യം അനുഭവപ്പെടുന്ന കേന്ദ്രങ്ങൾ കണ്ടെത്താൻ, ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്താനുള്ള ചുമതല മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കൂടി സഹായത്തോടു കൂടി തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ്. തദ്ദേശ സ്ഥാപനതല ജനകീയ കമ്മിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം തദ്ദേശ സ്ഥാപനങ്ങളിലുള്ള ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തുക, അതുപോലെ നായ്ക്കളെ പിടിക്കുന്നവർക്കും നായ്ക്കളുടെ പരിപാലനം നടത്തുന്നവർക്കും പരിശീലനം നൽകുക, പ്രതിരോധ കുത്തിവയ്പ്പ് നൽകുക, തെരുവ് നായ്ക്കളുടെ ഷെൽട്ടറുകളുടെ പരിപാലനം, വാക്സിനേഷൻ സെൻറ്റർ, ജനങ്ങളിൽ അവബോധ സൃഷ്ടിക്കുള്ള ബോധവൽക്കരണ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനം ഏകോപിപ്പിക്കുക. ഇതെല്ലാം തദ്ദേശ സ്ഥാപനങ്ങളുടെ ചുമതലയായിട്ട് 2.25 വർഷം മുമ്പ് സംസ്ഥാന ഗവൺമെൻറ് വ്യക്തമായ നിലക്ക് തന്നെ തീരുമാനിച്ച് താഴെ നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. എന്നാൽ അത്ഭുതകരം എന്ന് പറയട്ടെ, നമ്മുടെ ഈ കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു നടപടി ഇതുവരെ ആരംഭിച്ചതായിട്ട് പറയാൻ വേണ്ടി കഴിയില്ല. ജില്ലാ പഞ്ചായത്തിനെ പഴിചാരി ജനരോഷത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള തന്ത്രമാണ് കോർപ്പറേഷൻ സ്വീകരിക്കുന്നത്. കോർപ്പറേഷൻ വിളിച്ച സർവകക്ഷി യോഗത്തിലും ഇതാണ് കണ്ടത്. അതുകൊണ്ടാണ് LDFന് ഇറങ്ങിപ്പോകേണ്ടി വന്നതെന്നും പ്രകാശൻ മാസ്റ്റർ പറഞ്ഞു. അവർ ഈ പ്രശ്നമുണ്ടാകുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇതെന്തോ ഞങ്ങളുടെ ചുമതലയല്ല, ഇത് ജില്ലാ പഞ്ചായത്തിൻ്റെ ചുമതലയാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് നടക്കുന്നത്. ഇന്ന് രാവിലെ നടന്ന യോഗത്തിൽ ഈ വിഷയങ്ങൾ സംബന്ധിച്ചെല്ലാം തന്നെ എന്താണ് തദ്ദേശ സ്ഥാപനം നടത്തിയിരിക്കുന്നത് എന്ന കാര്യം പറയണം എന്നുള്ളത് CPMൻ്റെ അടക്കമുള്ള പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. അവർക്ക് ആ കാര്യം സംബന്ധിച്ച് ഒന്നും പറയാനില്ല. പകരം എന്തോ ഇതെല്ലാം ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ്, അതുപോലെ മറ്റാരുടെയോ ചുമതലയാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് തങ്ങളുടെ പ്രതിനിധികൾ ഉപയോഗിച്ചുകൊണ്ട് വർത്തമാനം പറയാനും അതുപോലെ തന്നെ വലിയ ബഹളമുണ്ടാക്കാനും എല്ലാമാണ് അവർ മുന്നോട്ടേക്ക് വന്നത്. ഈ കാര്യം ഞങ്ങൾ ആ യോഗത്തിനകത്തും ഇവിടെ ഗൗരവമായ നിലക്ക് തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ എതിർവാദങ്ങൾ ഉന്നയിച്ച് കാര്യങ്ങൾ ഉന്നയിക്കുന്ന ആളുകളുടെ വാക്കുകളെ തടയുക എന്നൊരു നിലപാട് അവർ സ്വീകരിച്ചപ്പോൾ ഞങ്ങൾ ആ യോഗം തന്നെ ബഹിഷ്കരിച്ച് വരേണ്ട ഒരു നിലയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. തെരുവുനായയുടെ ഭീഷണിയെ തുടർന്ന് കണ്ണൂർ നഗരത്തിൽ ജനജീവിതം സ്തംഭിച്ച നിലയിലാണ്. വ്യാപാര സ്ഥാപനങ്ങളിൽ പോലും ആളുകൾ വരാത്ത സ്ഥിതിയാണ്. നാടാകെ ആശങ്കയിലായ ഈ വിഷയത്തിൽ കോർപ്പറേഷൻ എന്ത് നടപടി സ്വീകരിച്ചു എന്നാണ് പറയേണ്ടതെന്നും പ്രകാശൻ മാസ്റ്റർ പറഞ്ഞു. ജനങ്ങളുടെ ആശങ്ക അകറ്റി ഷെൽട്ടറുകൾ ഉണ്ടാക്കാൻ തയ്യാറാകണം. അതിന് കോർപ്പറേഷനൊപ്പം CPMഉം ഉണ്ടാകുമെന്നും പ്രകാശൻ മാസ്റ്റർ പറഞ്ഞു. CPM ഏരിയ സെക്രട്ടറി KP സുധാകരനും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.